മേശയൊക്കെ തുടച്ചിടണ്ടേ? ശാന്തിച്ചൊന്ന് വേഗം ആവട്ടെ, ആൾക്കാരൊക്കെ ഇപ്പൊ എത്തി തുടങ്ങും. അത് മോളെ, ശാന്തയെ ഞാൻ വേറൊരു ജോലിക്ക് പറഞ്ഞു വിടാൻ പോവാ. ഒരു പാഴ്സൽ കൊടുത്തയക്കാനുണ്ട്. നേരത്തെ ഓർഡർ കിട്ടിയതാ. കല്യാണോ ബർത്ത്ഡേയോ? ഒന്നുമല്ല മോളെ, ഒരു വീട്ടിലേക്കുള്ളതാ. ഒരു 10 ആൾക്കുള്ള ഉച്ചയൂണ്. 10 ആൾക്കോ? ആ. എന്തിനാ അമ്മ ഇത്രയും ചെറിയ ഓർഡർ ഒക്കെ എടുക്കുന്നേ? ഇതിന്ന് നമുക്ക് എന്ത് ലാഭം കിട്ടാനാ? നമ്മുടെ അധ്വാനവും സമയവും വേസ്റ്റ്. അങ്ങനെയല്ല മോളെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓർഡറുകളിൽ നിന്നാ നമ്മുടെ കുടുംബശ്രീ ഇത്രയും വളർന്നത്. ആദ്യമൊക്കെ അയൽക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കസ്റ്റമറുകളായിട്ട്. പിന്നെ കേട്ടറിവ് വെച്ച് നാട്ടുകാരൊന്നാകെ ഒഴുകിയെത്തി. ഇപ്പോഴും ഇവിടുന്ന് തന്നെ ഭക്ഷണം വേണോന്ന് ആരെങ്കിലും വാശി പിടിച്ചാ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമ്മളത് ഉണ്ടാക്കി കൊടുക്കില്ലേ? അതാ മറ്റു ഹോട്ടലുകളും കുടുംബശ്രീയും തമ്മിലുള്ള വ്യത്യാസം. സമ്മതിച്ചു. ഇതും ഒരു ബിസിനസ് ട്രിക്ക് ആണല്ലേ? ഈ 10 പേരിൽ ആർക്കെങ്കിലും ഫുഡ് ഇഷ്ടപ്പെട്ട അവരും നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആവില്ലേ? ശാരദാമ്മ, ഞാൻ സമ്മതിച്ചു. പൊടിയിടും. എവിടെയാ കൊടുക്കേണ്ടത്? ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അല്ല, അത് ശാന്ത കൊണ്ടുപോയി കൊടുത്തോളൂ മോളെ. ശാന്തിച്ചിക്ക് ഇവിടെ ഒരുപാട് ജോലി ഉള്ളതല്ലേ, ഉച്ചയുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഇവിടെ അടുത്ത അമ്മയെ അഡ്രസ് ഞാൻ കൊണ്ടു കൊടുത്തിട്ട് തപ്പേ നിങ്ങ വന്നോളാം. അല്ല മോളെ, ശാന്തിച്ചി ആ പാഴ്സൽ അങ്ങോട്ട് എടുത്തു വെക്ക്. ശരി. അത് പിന്നെ മോളെ, ശാന്തിച്ചി വിടണ്ടെന്ന് പറഞ്ഞതിന് വേറൊരു കാരണം കൂടി ഉണ്ടമ്മേ. പാഴ്സല് കൊണ്ടുപോകുന്നത് ശാന്തേച്ചിയാണെങ്കിൽ പാത്രങ്ങൾ പാതി അവിടെ മറന്നു വെക്കും. അത് വേറൊരു വീട്ടിൽ കൂടിയാ മിസ്സാവുന്നെങ്കിൽ അത് അറബിക്കടലിൽ പോയതുപോലെയാ. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ഒരു മിനിറ്റ്. എന്താ? ആ ശാരദാമ്മയുടെ ഹോട്ടലിൽ നിന്ന് ഫുഡുമായി ആള് വന്നിട്ടുണ്ട്. അത് വാങ്ങി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ആളെ പറഞ്ഞു വിടടി. ഒരു പെണ്ണാ വന്നിരിക്കുന്നെ. അവൾക്ക് അവളുടെ പാത്രങ്ങൾ ഇപ്പൊ തന്നെ തിരിച്ചു വേണമെന്ന്. നന്നായില്ലേ? അവളെ കൊണ്ട് തന്നെ അത് നമ്മുടെ പാത്രത്തിലേക്ക് പകർത്ത്. അത് ഞാനും ആലോചിച്ചതാ. പക്ഷേ അതിനിടയിൽ അവരാരും താഴോട്ടിറങ്ങി വരരുത്. അത് നീ ഈ സരളയ്ക്ക് വിടുമോളെ. അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാന്ന് വെച്ചാൽ നടക്കുമെന്ന സംശയം. ജില്ലാ കളക്ടർ കെട്ടും മട്ടുമാ ചായക്കടക്കാരിക്ക്. ബാലചന്ദ്രൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? അവൻ എങ്ങനെ പലതും പറയും എന്ന് കരുതി അവളുടെ മുന്നിൽ പഞ്ചപുച്ചമടക്കി തല കുമ്പിടാനൊന്നും ഈ രാജേശ്വരി കിട്ടില്ല. ഇത് കുമ്പിടുന്ന പ്രശ്നമല്ല രാജേശ്വരി, നിന്റെ ഒരു സ്വപ്നമല്ലേ, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ പറഞ്ഞിട്ടുള്ളത് എന്താ? ശാരദയും മക്കളും ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോന്നതാ നിന്റെ ഏറ്റവും വലിയ സ്വപ്നമൊന്ന്. അവര് പോട്ടെ, പോയി തൊലയട്ടെ എവിടെയെങ്കിലും. അതിനു വേണ്ടിയിട്ട് മാത്രം ഇപ്പൊ നമ്മളൊരു അഭിനയം നടത്തുന്നു. ക്യാമറ ഇല്ലെന്നേ ഉള്ളൂ, സ്ക്രിപ്റ്റ് നേരത്തെ റെഡിയാ. മഞ്ജു വാര്യരോ ശോഭനയോ ഉർവശിയോ ഒക്കെ ആയിട്ട് നീ അങ്ങോട്ട് ആടി തകർക്ക്. അപ്പൊ അതിന്റെ ക്ലൈമാക്സില് അവള് പിള്ളേരെയും ചുരുട്ടി കെട്ടി കടയും വീടും ഒഴിഞ്ഞു പോയിരിക്കണം. അത് മാത്രം നിന്റെ കയ്യിലായിരിക്കുന്നേ. ശരി, സമ്മതിച്ചു. സന്തോഷായി. എന്നാവാ കയ്യിൽ വിട്. വിളിക്കവളെ, എനിക്കിവിടെ കിടന്ന് തൊണ്ട കീറാൻ വയ്യ. അത് ശരിയാവില്ല രാജേശ്വരി, ഈ സീൻ നിന്റേതാ, ഞാൻ വെറും സപ്പോർട്ടിങ്. നീ വിളിച്ചാലേ ശരിയാവൂ. ശാരദേ, ശാരദേ. ഇതെന്താ രാജേശ്വരി, അംഗം വെട്ടാൻ ചേകോമാര് വെല്ലുവിളിക്കും പോലെ? പിന്നെ എങ്ങനെയാ വേണ്ടത്? ശാരദാമേ, ദാ ഇങ്ങനെ ശാരദാമേ. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. എന്റെ പൊന്ന് രാജി, നീ എന്നെ ഇങ്ങനെ സംശയിക്കരുതേ. ഈ ഐഡിയ നിന്റെ അനിയൻ ബാലചന്ദ്രന്റേതാ. ഇതിനൊത്ത് നിനക്കൊന്ന് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ അഭിനയിക്കും. വലിയ ആർഭാടമൊന്നും ഇല്ലെങ്കിലും വൃത്തിയും വെടുപ്പുണ്ട് ഏതിനും. ഇതിനൊക്കെ ഉള്ളത് ചേർത്തൊരു തുകയാണല്ലോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. നഷ്ടം വരില്ല ശാരദാമ്മയ്ക്ക്.
എന്തിനാ നിങ്ങൾ വന്നതെന്നൊന്ന് പറഞ്ഞാ കൊള്ളായിരുന്നു. പറയൂ ശാരദാമ്മേ, ഞാൻ പറയുന്നത് മനസ്സ് തുറന്നു വേണം കേൾക്കാൻ. നമുക്കിടയിൽ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് ശാരദാമ്മയുടെ ഭർത്താവായിരുന്നു ഈ മനുഷ്യൻ. പക്ഷെ ശാരദാമ്മയ്ക്ക് ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ഗോപാലേട്ടൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചത്. അതിൽ വന്നപ്പെട്ടത് ഞാനായിപ്പോയി. ഇതില് എന്റെ തെറ്റെന്താണെന്ന ശാരദാമ്മയെ എനിക്ക് മനസ്സിലാവാത്തത്. ഇന്ന് ഈ നിമിഷം വരെ ഒരു ഭാര്യയിൽ നിന്നും ഭർത്താവ് ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ ഗോപാലേട്ടന് കൊടുത്തിട്ടുണ്ട്. അല്ലെന്ന് ഈ മനുഷ്യൻ പറയട്ടെ. പ്രധാനമായും ഒരാൺകുഞ്ഞ് വേണമായിരുന്നു, അത് കൊടുത്തു. മാത്രമല്ല, എന്റെ അടുത്തുള്ളപ്പോ എല്ലാ കാര്യങ്ങളിലും തൃപ്തനാ ഗോപാലേട്ടൻ. ഒരു ഭാര്യ എന്ന നിലയിൽ ഇത്രയൊക്കെ എനിക്ക് ചെയ്യാനാവൂന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ല ഭാര്യ എന്ന സർട്ടിഫിക്കറ്റ് പതിച്ചു തരണോ രാജേശ്വരിക്ക്? രാജേശ്വരി എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും എന്റെ പ്രശ്നം എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. നോക്ക്, ഗോപാലകൃഷ്ണന്റെ ഭാര്യയെന്ന് പറഞ്ഞാ ഈ നാട്ടുകാരെല്ലാം ഒന്ന് സംശയിക്കും. അത് ശാരദയാണോ അതോ ഈ രാജേശ്വരിയാണോന്ന്. അത് ചോദിക്കേണ്ടത് ഗോപാലകൃഷ്ണനോട് തന്നെയാണെന്ന് അവർ ഓർക്കാറില്ല. ഒരു പുരുഷന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്ന ആളായിരിക്കണമല്ലോ അയാളുടെ ഭാര്യ. അയാളുടെ മനസ്സും ഹൃദയവും ശരീരവും ഒക്കെ സ്വീകരിച്ച ആള്. അപ്പോ അയാളെ വേണം സ്വയം അംഗീകരിക്കാനും സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാനും തന്റെ ഭാര്യ ആരായിരിക്കണമെന്ന്. ഇപ്പോഴും രാജേശ്വരി കാര്യം പറഞ്ഞില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? അതൊന്ന് പറഞ്ഞാ നന്നായിരുന്നു. അഭിമാനം. ഇതാരാന്നായിരിക്കും? എന്റെ ഫ്രണ്ടാ. പേര് ശാലിനി. ആഹാ, സുസ്മിതയുടെ ഫ്രണ്ടാ ശാലിനി. ശാലിനി അറിയോ പ്രീതിക്ക്? പ്രീതി, ഗുഡ് മോർണിംഗ്. ഒരു മിനിറ്റ്, ഞങ്ങള് കോളേജ് മേറ്റ്സാ. ഓ, അന്ന് അമ്പലത്തിൽ കണ്ട ഓർമ്മയായിരിക്കും അല്ലേ? എന്റെയും ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ ശാലിനി ഇന്ന് പൂജയ്ക്ക് വന്നത്? ഹേയ്, എനിക്കൊരു ഓർമ്മയില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ആഹാ, ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. മുഴുവൻ സുസ്മിത ഉണ്ടാക്കിയതാ? അതെ അതെ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഓ, അപ്പൊ അതാണ് ഈ ഒളിച്ചുകളിയുടെ രഹസ്യം. സാധാരണ ഇത്ര ഐറ്റംസ് ഒരു ഹോട്ടലിലേ ഉണ്ടാക്കാൻ പറ്റൂ. ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ എന്താ? ഫാൻ ഫുൾ സ്പീഡിലിട്ടാ പറന്നു പോകുന്ന 5 അപ്പം, 4.5 രൂപ വിലയുള്ള 2 മുട്ട കൊണ്ടുള്ള കറി, അതിന് 185 രൂപ ചാർജ്. MLA-മാർക്ക് പോലും പരാതിയാ. എന്നിട്ട് വായി വെക്കാൻ കൊള്ളോ? അതും ഇല്ല. എന്നിട്ട് ഗ്യാസിനും കറണ്ടിനും ഒക്കെ ചാർജ് കൂടുമ്പോ MLA-മാരെന്താ ചോദിക്കാത്തത്? അയ്യോ, പറഞ്ഞിതൊരു ന്യൂസ് ആക്കല്ലേ. വിഷമില്ലാത്ത രുചിയുള്ള ഭക്ഷണം, അതിന്റെ വില നിശ്ചയിക്കാൻ പറ്റൂ. അത് തന്നെയാ ശരി. പിന്നെ നീ ആർക്ക് വേണ്ടിയിട്ടാണോ വെച്ചുണ്ടാക്കിയത് അവൻ ഇവിടെ ഉണ്ടാവും. അതെ, മുഴുവൻ കഴിപ്പിച്ചിട്ട് വിട്ടാ മതി. പോയിട്ട് വരാം. ശരി.
വിഷ്ണുവേട്ടന് എന്താ വേണ്ടേ? എനിക്ക് കുറച്ചെന്തെങ്കിലും മതി. മതി. മതിയോ? ഇയാളാ? ഇയാളാണ് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ, വിഷ്ണു. ഓ, സുസ്മിതയെ കെട്ടാൻ പോകുന്ന ആളാന്നല്ലേ പറഞ്ഞത്? വീട്ടുകാരെ വിളിച്ച് വിരുന്ന് കൊടുക്കാവും. മെനക്കേട് നമുക്കും. മതിയോന്ന്? മതിയായില്ല. കഴിക്കും. എങ്ങനെയുണ്ട് സുസ്മിതയുടെ പാചകം? കൊള്ളാമോ? അതിന് സുസ്മിത ഉണ്ടാക്കിയതൊന്നും വിളമ്പിയില്ലല്ലോ. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയതാ? ആര് പറഞ്ഞു? ആ? ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നുള്ള പാഴ്സൽ. അല്ല വിഷ്ണുവേട്ടാ, ഇതൊക്കെ ഞാൻ തന്നെ. അതെ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണോ? ഇതൊക്കെ എവിടെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾ വരെ പറയും ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നാണെന്ന്. ഇത്രയും ഡേയ്സുള്ള ഭക്ഷണം അവിടെ കിട്ടൂ. അല്ല വിഷ്ണു, അതെ, ഹോട്ടലിന്റെ ഓണർ എന്നെ ഇവിടെ നിൽക്കുമ്പോ എന്തിനാ ആന്റി കള്ളം പറയുന്നത്? എന്തായാലും അമ്മ പറഞ്ഞതുപോലെ ഇത് മുഴുവനും തീർത്തിട്ടേ ഇവിടുന്ന് ഇറങ്ങുന്നുള്ളൂ. വല്ലപ്പോഴാണേ ഇത്രയും രുചികരമായിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കുന്നത്. കഴിക്കുമോളെ? ശാരദേ, ഞാൻ വീണ്ടും വീണ്ടും പറയുക, ഇത് ചെറിയൊരു നാട്ടുംപുറവാ. ഇവിടെ നിന്നെ കൊണ്ട് ഇതുപോലൊരു ഹോട്ടൽ ഉണ്ടാക്കി വിജയിപ്പിക്കാന്നുണ്ടെങ്കിൽ ടൗണിലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10 ഇരട്ടിയാവും കച്ചവടം. ഇതിലും വലിയ ലോകങ്ങളുണ്ട് പുറത്ത്. നീ അത് കാണാത്തതാ. കാണാത്തതല്ല, കാണണ്ടാന്ന് കരുതി കണ്ണടച്ചതാ. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്നും ഭ്രമിപ്പിച്ചിട്ടുള്ളത് ഗോപാലേട്ടനെയാ. പക്ഷേ ജീവിക്കാനുള്ളത് മതിയെന്ന് ശാരദ പണ്ടേ തീരുമാനിച്ചതാ. തൽക്കാലം എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞു പോകാനുള്ളത് കിട്ടുന്നുണ്ട് ഇവിടെ. ഇനിയും വലിയ മോഹങ്ങളില്ല. സുസ്മിതേ, എനിക്കറിയാം നിന്റെ മനസ്സിലൂടെ ഇപ്പൊ എന്താ കടന്നു പോകുന്നതെന്ന്. അതെല്ലാം മറന്നു കളയേ. നീ അകത്തേക്ക് വാ. അവരെല്ലാം കാത്തിരിക്കുക. കാത്തിരുന്നിട്ട് മുഖത്ത് നോക്കി പരിഹസിച്ച് ചിരിക്കാനോ? ഐ എം ഫെഡപ്പ് അമ്മ, ഫെഡപ്പ്. അങ്ങനെ നിരാശപ്പെട്ടാലോ? അതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത്? നീ അവർക്ക് നല്ലൊരു ലഞ്ച് കൊടുക്കാന്ന് പറഞ്ഞു. അതവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെന്താ? അമ്മ കാര്യങ്ങൾ അങ്ങനെ നിസ്സാരമാക്കാതെ. വെറുതെ ഒരു ലഞ്ച് കൊടുക്കാന്നാണോ ഞാൻ പറഞ്ഞത്? ഞാൻ സ്വന്തം കൈകൊണ്ട് ലഞ്ച് ഉണ്ടാക്കി കൊടുക്കാമെന്നാ പറഞ്ഞത്. അത് ഇഷ്ടപ്പെടുത്തോന്ന് ചലഞ്ച് ചെയ്തു.
നാണക്കേട്. ഇത് വല്ലത് ഞാൻ ഉണ്ടാക്കി വെച്ചതാണോ? നിന്നോടാരാ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്ന് ചലഞ്ച് ചെയ്യാൻ പറഞ്ഞത്? എന്നിട്ട് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണം വാങ്ങണമായിരുന്നോ? വിഷ്ണു അവിടെ പോയി പതിവായി ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ അവിടെ ഉള്ളവരെ അവന് പരിചയം കാണുമെന്ന് ആലോചിക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതായി പോയല്ലോ നിനക്ക്. ഒന്നും വേണ്ട, ആ പെണ്ണ് വന്നപ്പോ ഭക്ഷണം വാങ്ങി വെച്ചിട്ട് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നോ? അപ്പൊ അവൾ അവളുടെ അമ്മായിയമ്മയുടെ പാത്രം കൊണ്ടേ തിരിച്ചു പോവുള്ളൂന്ന്. വേണ്ടി വന്ന ആ മൊത്തം പാത്രത്തിന്റെ വില നമ്മളങ്ങ് കൊടുക്കുമെന്ന് പറയാൻ പാടില്ലായിരുന്നു നിനക്ക്. ആ ബുദ്ധിയും പോയില്ലല്ലോ നിനക്ക്. അവൾ അതൊന്നും സമ്മതിക്കുന്ന ജനസല്ല അമ്മേ. ആത്മാഭിമാനം അന്തസ്സിൽ കുഴച്ചുരുട്ടി ഉണ്ടാക്കിയ പ്രകൃതം കണ്ടപ്പോ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഒരെല്ലു കൂടുതലാണെന്ന് തോന്നി. ആ എല്ലിന്ന് ഒടിച്ചിട്ടേ അവളെ ഇവിടുന്ന് പടിയിറക്കും. അമ്മ പൊയ്ക്കോ, ഐ നീഡ് സം ടൈം. ഭക്ഷണം ഉണ്ടാക്കി തൂക്കിയെടുത്ത് കൊണ്ടുവരണം, പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം, പിന്നെ വിളമ്പണം. ഒടുവിൽ അത് വൃത്തിയാക്കി തൂക്കിയെടുത്ത് തിരികെ കൊണ്ടുപോകണം. അതും വെറും 10 ഊണിന്റെ പേരില്. അമ്മ പറഞ്ഞാ മതിയല്ലോ. ഞാനാ ഫുഡ് ഉണ്ടാക്കിയെന്ന് ഒരുത്തി, അതല്ല ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലാ ഉണ്ടാക്കിയെന്ന് വേറൊരാൾ. രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. സപ്പോർട്ട് ചെയ്യാൻ ഓരോരുത്തരും. ലഞ്ച് ചലഞ്ച് പോലും ലഞ്ച് ചലഞ്ച്. ഇതെന്താ ഇന്ത്യ പാകിസ്ഥാൻ തർക്കം? എങ്ങനെയൊന്ന് തുടങ്ങി വെക്കുക. ടേസ്റ്റുള്ള ഫുഡ് തന്നതിന് താങ്ക്സ് പറഞ്ഞിട്ടായാലോ. അതും നേരത്തെയുള്ള പരിചയം പുതുക്കണം. വെള്ളം വെള്ളേ ഞാൻ എടുത്തോളാം. ഞാൻ സഹായിക്കണോ? വേണ്ട, കഴിഞ്ഞു. അതെ, ആ കക്ഷി അറിയൂ? ആരെ? ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് പോയില്ലേ ആ കക്ഷി? ആ, ഒരു പരിചയക്കാരനായിട്ട് വരും. ആ തുണിക്കട ബൊമ്മക്കുട്ടിയായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുക അയാൾക്ക്. തുണിക്കട ബൊമ്മക്കുട്ടിയോ? ഏത് തുണിക്കട? അയാൾക്ക് വിളമ്പി കൊടുക്കാനൊക്കെ നിന്ന ആ പെണ്ണില്ലേ, ലിപ്സ്റ്റിക്കും പൂശി ഷോള് വിട്ട് തുണിക്കടയ്ക്ക് മുന്നിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ബൊമ്മയാ അവളെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത്. കല്യാണം ഉറപ്പിച്ചിരിക്കുക എന്നുള്ളത് സത്യം, പക്ഷേ അത് നടക്കാൻ സാധ്യത കുറവാന്ന് തോന്നുന്നു. കഥയിലേക്കൊരു വില്ലെത്തി, സോറി പുതിയൊരു നായിക തന്നെ എൻട്രി ആയോ എന്നൊരു സംശയം. അതാരാ? സസ്പെൻസ് ഉടനെ പൊളിയും. ബുള്ളറ്റ് എടുത്തോണ്ട് പോയത്, എന്നിട്ട് അനാഥപ്രേതം പോലെ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തള്ളിയത്. വിഷ്ണു ആശാനെ പറഞ്ഞു വെച്ചിക്കാൻ എന്നെ കിട്ടില്ല. ഈ വെള്ളം കുഴപ്പമാ. ആശാൻ മര്യാദയ്ക്ക് സുസ്മിതിയെ കിട്ടുന്ന നല്ലതെന്ന് ഞാൻ പറയും. ഇവന് നീ കള്ളും കുടിച്ചിട്ട് എന്തോന്നേ? ആശാൻ അത് വിടാശാനെ, അവന്റെ സ്വഭാവം അറിയാലോ. കള്ളു കുടിച്ച ചുമ്മാ വളവളാന്ന് ബോധമില്ലാതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ആശാൻ ഇതൊന്നും കാര്യമാക്കണ്ട. എടാ, അപ്പൊ അവൾക്ക് എന്നോട് പ്രേമം സ്ട്രോങ് ആയി തുടങ്ങിയല്ലടാ? ഉറപ്പല്ലേ? വെറും പ്രേമല്ല, നല്ല അസ്ഥിക്ക് പിടിച്ച പ്രേമം. എന്റെ പൂർണ്ണമായ അഭിപ്രായം, ഏട്ടത്തിയമ്മ ഇന്നത്തെ രാത്രി ആശാൻ ഈ സ്വപ്നം കണ്ട് കിടക്കും. ഇനി ആശാൻ തീരുമാനിച്ചാ മതി ശാലിനി കൊച്ചിനെ ആശാൻ എന്ന് പ്രപ്പോസ് ചെയ്യുമെന്ന്.
അവള് കേറി വരുന്നുണ്ട്. ഇപ്പൊ പിടിവീഴും. എല്ലാരും സൂക്ഷിച്ചോ. അമ്മേ, അമ്മേ, അമ്മേ. ഓ, എന്താടി വിളിച്ചു കൂന്നേ? ഞാനിവിടെ ഇരിക്കല്ലേ, കണ്ണു കണ്ടൂടെ? അമ്മ എന്ത് പണിയാ കാണിച്ചേ? ഞാനെന്ത് പണി കാണിക്കാനാ? അവളെ എന്തിനാ ഇവിടെ കയറ്റിയെന്നാ ചോദ്യം. ഞാനായിരുന്നെങ്കിൽ ചൂലെടുത്ത് അടിച്ചിറക്കിയനെ. നീ ആരുടെ കാര്യായി പറയുന്നേ? ആ സുസ്മിതയുടെ. ഓ, ശാന്തേച്ചി ഇപ്പോഴാ പറഞ്ഞത് അവൾ ഇവിടെ വന്ന് കാണിച്ച ഷോയെ പറ്റി. ഓ, അതൊക്കെ കഴിഞ്ഞിട്ട് സമയം എത്രയായി? എന്നുവെച്ച് വൃത്തിയുടെ ഒക്കെ കാര്യത്തിൽ സംശയം പറയുന്നവളുമാരോട് പറയണം 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് പോയി ഓർഡർ ചെയ്യാൻ. അവിടെ നിന്നാണെങ്കിൽ 8 ദിവസം പഴകിയത് കിട്ടിയാലും അമൃത പോലങ്ങ് വെട്ടി വിഴുങ്ങിക്കോളുമല്ലോ. പാവങ്ങള് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും തല്ലിക്കൂട്ടുമ്പോ അവർക്കൊക്കെ പരമ പുച്ഛം. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ അവിടെ എന്താ? നീ ചെന്ന് പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? പ്രശ്നം ഉണ്ടായേനെ. എന്റെ നല്ല സ്വഭാവത്തിലാണെങ്കിലേ അവളുടെ ചെവിക്കല്ലടിച്ച് പുകയ്ക്കേണ്ടതാ. അമ്മ ഓർത്ത് മാത്രം ഞാൻ ക്ഷമിച്ചേ. കസ്റ്റമറിനോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് പറയാറില്ലേ? മര്യാദയോടെ അല്ല, ഇതിന്റെ ക്ഷമയുടെ അങ്ങ് അറ്റവാ. പാഴ്സലുമായിട്ട് ചെന്നപ്പോ അവള് പറയുക കാരിയർ പിന്നീട് ഇങ്ങോട്ട് എത്തിച്ചോളാന്ന്. പറ്റില്ലെന്ന് ഞാൻ തീർത്ത് പറഞ്ഞപ്പോ എന്നോട് തന്നെ ഫുഡ് അവരുടെ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാൻ. ഒരു മര്യാദയുടെ പേരിൽ ഞാനത് ചെയ്തു. അതുകൊണ്ട് തീർന്നോ? പിന്നെ വിളമ്പല് മുതല് പാത്രം കഴുകി വെക്കല് വരെ സകല പണി ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അവരുടെ ബാല്യക്കാരിയെ പോലെ, അതും വെറും 10 ഊണിന് വേണ്ടി. ഊണിന്റെ എണ്ണം അല്ല മോളെ പ്രധാനം. ഒരാൾക്കെങ്കിലും അന്നം വിളമ്പാൻ അവസരം കിട്ടുവാന്ന് വെച്ചാ അതൊരു ഭാഗ്യവാ. വിശക്കുന്നതിന്റെ ദൈവം ഭക്ഷണവാ. അത് മനസ്സറിഞ്ഞ് വിളമ്പാൻ ഒരമ്മയ്ക്കേ കഴിയും. അന്യർക്കായാലും ഭക്ഷണം വിളമ്പുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാനമുണ്ട്. പിന്നെ പാത്രം കഴുകൽ. അതിവിടെ ഹോട്ടലിൽ വരുന്നവരുടെ ഇല എടുക്കുന്നില്ലേ നമ്മള്? അവരുടെ എച്ചിൽ പാത്രവും ചായ ഗ്ലാസും ഒക്കെ കഴുകുന്നില്ലേ? അതൊക്കെ വെറുപ്പോടെയാ ചെയ്യുന്നത് അല്ലല്ലോ. അതൊക്കെ നമ്മുടെ തൊഴിലിന്റെ ഒരു ഭാഗം. അങ്ങനെ കരുതിയാ മതി. പക്ഷേ കൊടുക്കുന്നവന് മാത്രമല്ല, സ്വീകരിക്കുന്നവനും ഉണ്ടാവണം അതിന്റെ നന്ദി.
ശാരദയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു പെണ്ണും അനുഭവിച്ചിട്ടില്ലാത്ത ദുരിതകയങ്ങളിൽ വീണപ്പോഴൊക്കെ കരയടുപ്പിച്ചത് നിങ്ങളൊപ്പം ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസം മാത്രം. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ വിളിമ്പിൽ നിൽക്കുക. ചുവടൊന്ന് പിഴച്ച വീഴുന്നത് എങ്ങോട്ടാന്നറിയില്ല. ഒരു വഴി കാണിച്ചു തരണം നിങ്ങൾ. അല്ലെങ്കിൽ ആരോടും പറയാനാവാതെ ഈ രഹസ്യം നെഞ്ചിലടച്ച് ഉരുകി ഉരുകി ഇല്ലാതെ ആയിപ്പോ ശാരദ. എന്താടി? ഇനി ഒന്നും ഒളിക്കാൻ നോക്കണ്ട. കുറച്ചു നേരമായുള്ള അമ്മയുടെ ഈ വെപ്രാളം കണ്ടോണ്ടിരിക്കാൻ ഞാൻ. അമ്മ ഇപ്പൊ ദേവങ്ങളോട് പറഞ്ഞതും കേട്ടു, ഉരുകി ഉരുകി ഇല്ലാതായി പോകൂന്ന്. എനിക്ക് സങ്കടം പറയാൻ ഒരു ദൈവമേ ഉള്ളൂ, എന്റെ അമ്മ. അമ്മയാണ് എന്റെ കൺകണ്ട ദൈവം. ആ ദൈവം തന്നെ ഒരുക്കി തീർന്നു. എനിക്ക് പിന്നെ ആരാ അമ്മയുള്ളത്? മോളെ, ശബ്ദം വെക്കരുത്. അവരാരെങ്കിലും ഓണെന്നാ പിന്നെ. എന്ന അമ്മ എന്നോടെങ്കിലും പറ, അമ്മയുടെ സങ്കടം എന്താണെന്ന്. എന്തിനാ അമ്മ ഇങ്ങനെ നേറി നേറി മരിക്കുന്നത്? കാരണം എന്താ? സന്തോഷം പങ്കുവച്ച ഇരട്ടിക്ക്, സങ്കടം പങ്കുവച്ച പകുതിയാകുന്നു പറഞ്ഞ് പഠിപ്പിച്ചത് അമ്മ തന്നെയല്ലേ? പണം വേണ്ടെങ്കി വേണ്ട, മുദ്രപത്രം മാത്രം ഒപ്പിട്ട് കിട്ടിയാ മതി. നിങ്ങൾ അതെടുക്ക്. എന്തുപറ്റി? ഇട്ടിട്ടില്ല. എന്ത്? ഒപ്പിട്ടിട്ടില്ലാന്ന്. അത് ചിലപ്പോ ശാരദാമ്മ ഇവിടെ കൊണ്ടൊന്ന് ഒപ്പിടാന്ന് കരുതിയിട്ടായിരിക്കും. ഒപ്പൊന്നും സ്ഥാനം മാറി പോകരുതല്ലോ. ഞാൻ ഇപ്പൊ പോയി പേന എടുത്തിട്ട് വരാം. പേന വേണ്ട ബാലേന്ദ്ര. ഈ മുദ്രപത്രത്തിൽ ഒപ്പിടില്ലെന്ന് പറയാനാ ഞാൻ വന്നത്. ഈ പണവും തിരിച്ചെടുക്കണം. നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ ശാരദ ഈ പറയുന്നത്? മാനം, മക്കൾ, തലചായ്ക്കാനുള്ള മണ്ണ്, ഈ 3 കാര്യത്തിലും ഒരമ്മയ്ക്ക് അധികമൊന്നും ആലോചിക്കാനില്ല ഗോപാലേട്ടാ. എന്നാ പിന്നെ നന്നായി. ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് നീ ഇവളെയും കൂടി കൂട്ടി ഇവിടേക്ക് വന്നത് വളരെ നന്നായി. ഈ ജന്മം ഇവക്കൊരു കല്യാണം ഉണ്ടാവില്ലെന്ന് ഉറപ്പായല്ലോ. ഇവളെ ഇനി കഴുത്തു മുറുക്കി കെട്ടി തൂക്കണോ അതോ കായലിൽ താഴ്ത്തണോന്ന് ജനിപ്പിച്ചവന്റെ മുമ്പിൽ വെച്ച് തന്നെ നിനക്ക് തീരുമാനിക്കാം.
ഹായ് അർജുനേട്ടാ. ആ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാ ഇരിക്കി. ഒരുപാട് നേരമായോ വന്നിട്ട്? ആ കുറച്ചു നേരമായി. വേറെ ലേറ്റ്? ഒന്നും പറയണ്ട. അർജുനേട്ടനെ കാണാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, അതാ വൈകിയത്. ശാരദാമ്മയ്ക്ക് എന്താ എന്നോട് ഇത്ര വിരോധം? വിരോധം അല്ല, ശാരദാമ്മയ്ക്ക് പേടി. നമ്മള് കേസുമായിട്ട് മൂവ് ചെയ്ത രാജേശ്വരി എന്തെങ്കിലും കടും കൈ ചെയ്യുവോന്ന്. അയ്യോടാ, കേസിൽ കോടതി ഇടപെട്ട് കഴിഞ്ഞാ പിന്നെ അവർക്കൊന്നും ഇടം വലം ചലിക്കാൻ പറ്റില്ല ശാലിനി. സിവിൽ സർവീസിന് ട്രൈ ചെയ്യുന്ന ആളല്ലേ ഇയാള്? എന്നിട്ടും ഇതൊന്നും അറിയില്ല തനിക്ക്? എനിക്കതൊക്കെ നന്നായിട്ട് അറിയാം. അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ശാരദാമ്മയോട് പേടിക്കാതിരിക്കാൻ പറയത്താൻ, ഞാനല്ലേ കൂടെയുള്ളത്. ആ പിന്നെ കോടതിന്ന് നോട്ടീസ് പെട്ടെന്ന് അയക്കുമല്ലോ അല്ലേ? അതൊക്കെ പെട്ടെന്ന് നടപടിയാവും. കുടുംബശ്രീ ഹോട്ടലിന്റെ ഭൂമി തർക്കം സംബന്ധിച്ച് തലവേദന ഇതോടെ തീർന്നു എന്ന് തനിക്ക് കരുതാം. ഹലോ സാർ, ഓരോ കപ്പ് കാപ്പി പറട്ടെ. ഇവിടെ നിന്നോ? ഇവിടെ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എനിക്കെന്തോ ശാരദാമ്മയുടെ ഭക്ഷണം കഴിച്ചു കഴിച്ച് അത് മാത്രമേ പിടിക്കൂ. അത് സാരമില്ല. ഒരു നേഴ്സറി പാട്ട് കേട്ടിട്ടില്ലേ? പഞ്ചാര തിന്നു മടുത്തു കുഞ്ചു, ഇഞ്ചി കടിച്ച് രസിച്ചു കുഞ്ചുന്ന്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ആവാം. ശരി, എങ്കി ഇഞ്ചി കടിച്ചു കളയാം. 2 കോഫി ഇതെടുത്തോളൂ. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടെന്ന് വന്നാ ആ ഗോപാലകൃഷ്ണൻ രാജേശ്വരി ഒക്കെ തനിയെ ഒതുങ്ങിക്കോളൂ. ഇതുവരെ മറ്റു രീതിയിലുള്ള ഉപദ്രവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വീടിനും സ്ഥലത്തിനൊക്കെ അവകാശം പറഞ്ഞു വരുന്നത്